ഓടിക്കാൻ പറ്റുമോ അത്രയും സ്പീഡിൽ ഓടിക്കോ. ഈ വാക്യൂം ക്ലീനറിന്റെ അകത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ വരാൻ പാടാ. വീർ, രക്ഷിക്കണേ. ബോസ് പറഞ്ഞത് വീർ അവന്റെ വീട്ടിലേക്ക് തന്നെ മടങ്ങി വരുമെന്നാണല്ലോ. പക്ഷെ അവൻ എപ്പോ വരുമെന്ന് മാത്രം പറഞ്ഞില്ല. ബോസ് പറഞ്ഞത് വളരെ ശരിയാണ്. അവരിതാ എത്തിക്കഴിഞ്ഞു. അങ്ങോട്ട് നോക്ക്. ടിംബക്ടുന്റെ കയ്യിൽ ആ ഷ്രിങ്കിങ് ഗണ്ണുണ്ട്. അത് നമുക്ക് കിട്ടുവാണെങ്കിൽ നമ്മള് പഴയതുപോലെയാവും. അപ്പൂപ്പൻ പറയാറുണ്ട് ഇമ്പോസിബിൾ പോസിബിൾ ആക്കുന്നവനാണ് യഥാർത്ഥത്തിലുള്ള വീരെന്ന്. വിങ് സ്യൂട്ട് ഓൺ. വിങ് സ്യൂട്ട് ഓൺ. ജണ്ടു, നീ ഇവിടെ എന്തെടുക്കുക? വീറിനെ ഇന്നലെ തൊട്ട് കാണാനില്ല. നിന്നെയും കാണാനില്ലായിരുന്നല്ലോ. ഞാൻ എവിടെയാണെന്ന് എനിക്ക് അറിയില്ലല്ലോ. അല്ല, ആരിത്? അപ്പൂപ്പനോ? അപ്പൂപ്പൻ ഇവിടെ എന്ത് ചെയ്യാ? നീ വേഗം എന്റെ കൂടെ വാ, ഞാനെല്ലാം പറഞ്ഞു തരാം. നീ വളരെ ചെറുതാണ്. ഇത്ര വലിയ ടിംബക്ടുവിനോട് നീ എങ്ങനെ ഫൈറ്റ് ചെയ്യും? ഇതുകൊണ്ട് ജയിക്കുന്നത് ഇമ്പോസിബിളാ. അയ്യോ, വേണ്ട വേണ്ട, നീ എന്തായി ചെയ്യുന്നത്? ബോസ്, എന്നെ സഹായിക്കൂ ബോസ്. അപ്പൂപ്പ ഷ്രിങ്കിങ് ഗൺ വെച്ച് ഞങ്ങളെ ശരിയാക്ക്. അയ്യോടാ. ടിംബക്ടുവിനെ നേരെ നിർത്ത്. എനിക്ക് അവനെ കാല് മടക്കി തൊഴിക്കണം. അവനെ ഒന്ന് നേരെ നിർത്ത്. ടിംബക്ടുവിനെ വേഗം തുറന്നു വിട് ചിണ്ടു. ശൃംഗാക്കൂടാ, നിനക്ക് ഇത്ര ധൈര്യമോ? അയ്യോ, അവനെ പിടിച്ചു നിർത്ത്. അവനെ കാല് മടക്കി തൊഴിക്കാതെ എനിക്ക് സമാധാനം കിട്ടില്ല. ഒന്ന് പിടിച്ചു നിർത്ത്. കണ്ടോ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഒരു കഴുത ജോഗിങ് ചെയ്യുന്നുണ്ടെന്ന്. ഹലോ, ഇനി എത്ര റൗണ്ടും കൂടെ ബാക്കി ഉണ്ടാവോ? അത് താഴെയുള്ള ഒരുത്തനെ അറിയത്തുള്ളൂ. എന്താണ് ചെയ്യേണ്ടതെന്ന് വേഗം പറഞ്ഞോളൂ. ഇതെന്താ, എന്നെ വിളിക്കാതെ നിങ്ങൾ ഊഞ്ഞാലാടുകയാണോ? എനിക്കും ആടണം, എനിക്കും ആടണം. ഞാനുണ്ട് ഈ കളി കളിക്കാൻ. ഹായ്, നല്ല രസമുണ്ടല്ലോ. പക്ഷെ ഈ പൊസിഷൻ ഒട്ടും കംഫർട്ടബിൾ അല്ല. ഞങ്ങള് ഊഞ്ഞാലാടൊന്നും അല്ല, റോബോട്ടിനോട് ഏറ്റുമുട്ടാ. അയ്യോ, സോറി, എനിക്കത് അറിയില്ലായിരുന്നു. ഞാനിവിടെ എന്ത് ചെയ്തോണ്ടിരിക്കായിരുന്നു? ഇതിനെ ഇവിടുന്ന് ദൂരേക്ക് കൊണ്ടുപോകണം. അപ്പൂപ്പ വേഗം വരൂ.
ഭയങ്കര പവർഫുള്ളാ. വരൂ എമിലി. ഇനി നിനക്ക് രക്ഷയില്ല വീർ. ഇന്നാ പിടിച്ചോ. ആ, ആ. വീർ. 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 അപ്പൂപ്പ എന്തെങ്കിലും ചെയ്യ്. വീർ അപ്പൂപ്പ വീടിന്റെ ഭൂമിക്കടിയിലേക്ക് പോയി. നമ്മൾ ഇനി ഇവിടെ നിന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല. വേറെ റോബോട്ടറിക്ക് അകത്താകും ഉണ്ടാവുക. ബൈ ബൈ ഡോക്ടർ പ്രേം സഹായി. ബൈ ബൈ. നിങ്ങളുടെ വീർ ഇപ്പോൾ എന്റെ കൂടെയാണുള്ളത്. നിങ്ങൾ ഇനി അവനെ എങ്ങനെയാണ് രക്ഷിക്കുന്നതെന്ന് ഞാനൊന്ന് കാണട്ടെ. എംലി, നമ്മൾ അവന്റെ പുറകെ പോയേ പറ്റൂ. നമുക്ക് നമ്മുടെ ഇൻവിസിബിൾ സ്പേസ്ഷിപ്പിൽ കയറി അവരുടെ പിന്നാലെ പോകാം. ഇൻവിസിബിൾ സ്പേസ്ഷിപ്പോ? അതെ ജുൾബുൾ, അതിനെ മറ്റാർക്കും കാണാൻ സാധിക്കില്ല. വരൂ. ലേസർ ലൈറ്റ് ഓൺ. ലേസർ ലൈറ്റ് ഓൺ. വീർണി എവിടെയാണ്? അപ്പൂപ്പ എനിക്ക് അറിയില്ല. ഞാനൊരു മെറ്റൽ ക്യാപ്സ്യൂളിനകത്ത് കുടുങ്ങിയിരിക്കുക. അത് മുറിക്കാൻ എന്റെ ലേസർ ബീമിനാവുന്നില്ല. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഞാനൊരു ലേസർ കണ്ടെടുത്തുകൊണ്ട് വരാം. അതുപയോഗിച്ച് ഏത് മെറ്റലിനെ മുറിക്കാൻ സാധിക്കും. അപ്പൂപ്പ എനിക്ക് തോന്നുന്നു ഞാൻ ട്രീ ഹൗസിന്റെ അകത്താണെന്നാ. അതെ വീർ, നീ പറയുന്നത് ശരിയാണ്. മാത്രമല്ല ട്രീ ഹൗസ് പറന്നിരിക്കുകയാണ്. ഞാൻ സ്പേസ് ഷിപ്പിൽ കയറി അങ്ങോട്ട് വരാം. നീ വിഷമിക്കണ്ട. ഞാനിപ്പോ ഈ ഇൻവിസിബിൾ ആക്കാനുള്ള ബട്ടൺ അമർത്താൻ പോവുകയാ. അപ്പൊ പിന്നെ നമ്മളെ കാണാൻ ആർക്കും സാധിക്കില്ല. ബോസ് ബോസ്, ഞാൻ വീറിനെ പിടിച്ചു ബോസ്. ആഹ്ലാദിച്ചാട്ടെ ബോസ്, അറമാദിച്ചാട്ടെ. ടിംബക്ടോ, നീ എനിക്ക് പറ്റിയ പടയാളിയാണ്. ഒരിക്കൽ പോലും തോൽവി സമ്മതിക്കാത്ത ധീരനായ പടയാളി. ടിംബക്ടോ, ഞാൻ നിന്നെ ഓർത്ത് അഭിമാനിക്കുകയാണ്. എനിക്ക് അഭിമാനം തോന്നുന്നു ബോസ്. ഹായ് വീർ, എന്റെ പേര് ടിം ടിം എന്നാണ്. നേരത്തെ നിങ്ങൾ കുപ്പിന്ന് തുറന്നുവിട്ട മിന്നാമിന്നിയില്ലേ, അത് ഞാനാണ്. ഓ, ഹലോ ടിം ടിം. വീർ, ഞാൻ എന്റെ രാജാവിനോട് നിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം നിന്നോടൊരു സഹായം ചോദിച്ചിട്ടുണ്ട്. സഹായമോ? എന്ത് സഹായം? ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് വളരെ വലിയൊരു കറുത്ത ചിലന്തിയുണ്ട്. ആ വലിയ ചിലന്തി ഞങ്ങളെ അവിടെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. നിനക്ക് ഞങ്ങളെ സഹായിക്കാൻ കഴിയുമോ? അതിനെന്താ, സഹായിക്കാലോ. പക്ഷെ ഞാനിങ്ങനെ നിങ്ങളുടെ ലോകത്തേക്ക് വരുന്നേ. നിങ്ങളെ ഞാൻ കൊണ്ടുപോകാലോ. നിങ്ങളെ ഞാൻ മിന്നാമിന്നിയെ പോലെ വളരെ ചെറുതാക്കി കൊണ്ടുപോകാം. അപ്പൂപ്പ, ഞാൻ പോയിക്കോട്ടെ. മറ്റുള്ളവരെ സഹായിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. നീ പൊയ്ക്കോളെ വീർ. ഓൾ ദ ബെസ്റ്റ്. പോകുമ്പോ സൂക്ഷിച്ചു പോണേ. വാവ്, ഇതെന്ത് തരം മാജിക്കാ? നമ്മളെങ്ങനെ നേരിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്? ഇതൊക്കെ എന്റെ കൂട്ടുകാരൻ ജിണ്ടുവിന്റെ കഴിവാ. നമ്മുടെ മഹാരാജാവ് ചിംചാം ഇതാ എഴുന്നള്ളുന്നേ. മഹാരാജാവ് നീണാൽ വാഴട്ടെ. മഹാരാജാവേ, ഇതാണ് എന്റെ കൂട്ടുകാര് വീർ, ഇംലി, ചുൾബുൾ, പിന്നെ ജിണ്ടുവും. വീർ, ടിം ടിം നിന്നെപ്പറ്റി ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. നീ നല്ലൊരു മനുഷ്യനാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇവിടേക്ക് വിളിപ്പിച്ചത്. എന്നാലും നിങ്ങൾ എങ്ങനെയാണ് ഇത്ര ചെറുതായി മാറിയത്? മഹാരാജാവേ, ഇതെന്റെ കൂട്ടുകാരൻ ജിണ്ടുവിന്റെ മാജിക്കാ.
വീർ, ഞങ്ങളുടെ ഈ രാജ്യത്ത് ഒരു വലിയ ചിലന്തി ഞങ്ങളെ നാളുകളായി കഷ്ടപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് ഇവിടുന്ന് പുറത്തേക്കിറങ്ങാനുള്ള എല്ലാ വഴികളിലും അത് വല വിരിച്ചിരിക്കുകയാണ്. ഇവിടുന്ന് പുറത്തേക്കിറങ്ങുന്ന എല്ലാവരും ആ വലയിൽ കുടുങ്ങിപ്പോകുന്നു. അങ്ങനെ കുടുങ്ങുന്നവരെയെല്ലാം ആ ചിലന്തി കഴിക്കും. ശരിയാ, ഞങ്ങൾക്ക് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയില. ആ ബ്ലാക്ക് സ്പൈഡറിനെ ഞങ്ങൾ ഇവിടുന്ന് ഓടിക്കാം. നിങ്ങൾ വിഷമിക്കേണ്ട മഹാരാജാവേ. ടിം ടിം, നീ ഇവരെ നമ്മുടെ രാജ്യം മുഴുവനും ഒന്ന് ചുറ്റിക്കാണിക്ക്. സേനാപതി ദംദം, ഇവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കൂ. ആജ്ഞ പോലെ മഹാരാജൻ. അവിടെ കുടുങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായി? ഇന്നലെ രാത്രിയിൽ കുടുങ്ങിയതാ. ഇന്നലെ രാത്രി മുതൽ കുടുങ്ങിക്കിടക്കുക. പക്ഷേ സ്പൈഡർ ഇവരെ കഴിക്കാൻ വന്നില്ല. അതെന്താ? ഇത്രയും മിന്നാമിന്നികൾ വലയിൽ കുടുങ്ങിയിട്ടും സ്പൈഡർ ഒന്നിനെ പോലും കഴിച്ചില്ല. കഴിക്കാനല്ലെങ്കിൽ പിന്നെ പിടിക്കുന്നത് എന്തിനു വേണ്ടിയാ? ആർക്കറിയാം? ഇതിന് മറുപടി പറയാൻ ആ ചെലന്തിക്ക് മാത്രമേ പറ്റൂ.